അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പേഴ്സണൽ ഫിനാൻസ്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. മീനിങ് ഓഫ് പേഴ്സണൽ ഫിനാൻസ്. പേഴ്സണൽ ഫിനാൻസ് ഡീൽസ് വിത്ത് മാനേജിങ് യുവർ മണി. അത് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മണിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പേഴ്സണൽ ഫിനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെ അത് ഏൺ ചെയ്യുന്നു, എങ്ങനെ അത് നമ്മൾ സേവ് ചെയ്യുന്നു, എങ്ങനെ അത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് വരുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഇത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സും വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൈക്രോ ഫാക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൈക്രോ ഫാക്ടേഴ്സ് എന്നും പറയും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഈ ഒരു മണിയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് പറയുന്നതിനെയാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് അറിവുണ്ട് എന്ന് പറയുന്നതിനെയായിരിക്കും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഏജ്, പൊസിഷനിങ് ഓൺ ലൈഫ് സൈക്കിളാണ്. അതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസിലും നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ നീഡ്സ് അല്ലായിരിക്കും നമുക്കിപ്പോൾ വളരെ പ്രായമാകുമ്പം വരുന്നത്. സോ ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്, ആ ഒരു പേഴ്സൺ എത്രത്തോളം അയാളുടെ ടൈമും അതേപോലെ തന്നെ അയാളുടെ അറ്റൻഷനും എല്ലാം തന്നെ നമ്മളുടെ മണി മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു എന്നുള്ളതിനെ ആയിരിക്കും ഫോക്കസ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഫോക്കസ് ആയിരിക്കും അതിന് കൊടുക്കുന്നതെന്ന്. അടുത്തതാണ് കൊഗ്നിറ്റീവ് ഫങ്ഷൻ. അതായത് കൊഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനും എല്ലാം തന്നെ പറ്റണം. നമ്മളുടെ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ ഡിസിഷൻ എല്ലാം തന്നെ മേക്ക് ചെയ്യാനും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഫാമിലി ഡൈനാമിക്സ്. ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം വീട്ടിലുള്ള എല്ലാവരുമായിട്ടൊരു ചർച്ചയൊക്കെ ഒരു ഇൻട്രാക്ഷനൊക്കെ നടത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്, അതിനെയായിരിക്കും ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ. അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ അയാളുടെ ഫാമിലി സ്ട്രക്ചേഴ്സും അതേപോലെ ഫാമിലിയുടെ നീഡ്സും എല്ലാം തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡ്സും ഇമോഷൻസും ഒക്കെ തന്നെ ഉണ്ട്. സോ അതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ജെൻഡർ ആൻഡ് ഹെൽത്ത് ഫാക്ടേഴ്സ്. ജെൻഡർ ആൻഡ് ഹെൽത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ജെൻഡറിൻ്റെ കാര്യത്തിൽ ബേസിസ് ആയാലും ഇപ്പം ഹെൽത്തിൻ്റെ ബേസിസിലായാലും ഇൻകവും എക്സ്പെൻസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രയോറിറ്റീസ് എല്ലാം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത്രയുമായിരിക്കും നമ്മളുടെ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ അപ്പ് ആൻഡ് ഡൗൺസും അതേപോലെ തന്നെ ജോബും ഇൻകവും എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് എംപ്ലോയ്മെൻറ്റ് റേറ്റ്. അതായത് ഇപ്പം നമുക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിലായിരിക്കും. ഒരു ഫിനാൻഷ്യലായിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ നമുക്കിപ്പം ജോബ് കിട്ടാനായിട്ട് പാടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറഞ്ഞ ഇൻകത്തിന് നമ്മൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യത്തില്ലേ. അപ്പം നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ധാരാളം സ്ട്രഗിൾസ് വരുന്നുണ്ട്. അതായിരിക്കും എംപ്ലോയ്മെൻറ്റ് റേറ്റിനകത്ത് പറയുന്നത്. അടുത്തത് കറൻസി വാല്യൂ ആണ്. കറൻസി വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കൺട്രിയിലെ മണി നമ്മളിപ്പം വേറൊരു കൺട്രിയിലെ മണിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ആ ഒരു ടൈമിൽ നമ്മുടെ കൺട്രിയിലെ ഈ ഒരു കറൻസി വാല്യൂ ഇരിക്കില്ലേ, അത് വീക്കായിട്ടായിരിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഗുഡ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെൻസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇത് നമ്മളുടെ പർച്ചേസിങ് പവറിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് കറൻസി വാല്യൂവിനകത്ത് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ വെച്ച് നമ്മളുടെ കറൻസി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വാല്യൂ കുറവായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. അതായത്
ഗവൺമെൻറ്സിൻ്റെ റൂൾസ് ആയാലും സോഷ്യലായിട്ട് വരുന്ന ട്രെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇത് നമുക്ക് അഫക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഷെയർഡ് വാല്യൂസ്, ട്രഡീഷൻസ്, അപ്പം ഇതൊക്കെ തന്നെ പീപ്പിളിൻ്റെ സ്പെൻഡിങ്ങിനെയും ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. അടുത്തതെന്ന് പറയുന്നതാണ് റിലീജിയൻസ്. റിലീജിയൻ എന്ന് പറയുകയാണെങ്കിൽ ചില റിലീജിയൻസിൻ്റെ ബിലീവ്സ് ഒക്കെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ടേക്ക് ചെയ്യുമ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഇൻകം അൺസർട്ടനിറ്റിയാണ്. അതായത് ഫ്യൂച്ചറിൽ ഇൻകത്തിൻ്റെ വാല്യൂ, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരെണ്ണത്തിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇതായിരിക്കും ഇൻകം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ ഫിനാൻസ് പ്ലാനിങ്. പേഴ്സണൽ ഫിനാൻസ് പ്ലാനിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മണി മാനേജ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാൻ മേക്ക് ചെയ്യുമായിരിക്കും. നമ്മളുടെ മണി മാനേജ് ചെയ്യാൻ നമ്മളൊരു പ്ലാൻ മേക്ക് ചെയ്യുന്നു. ഇതിനെയായിരിക്കും നമ്മൾ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്, ഫിനാൻസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പേഴ്സണൽ ഫിനാൻസ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ദ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. നമ്മളുടെ കയ്യിലിപ്പം എത്ര മണിയാണുള്ളത്, അതല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. എത്രത്തോളം മണി നമ്മളുടെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എത്രമാത്രം പൈസ ഉണ്ടെന്ന് നമ്മൾ നോക്കണ്ടേ. സോ അതായിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡെവലപ്പ് ദി ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മളൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മളുടെ മണി കൊണ്ട് നമുക്കിപ്പോൾ ഒരു കാർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണം, അങ്ങനെയൊക്കെ ഒരു ഗോള് കാണുമല്ലോ. അങ്ങനെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. അതായത് ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ഇപ്പം നമുക്കിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സേവ് ചെയ്തതുകൊണ്ടോ നമുക്ക് ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ, അത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ ആൾട്ടർനേറ്റീവ് ആൻഡ് മേക്കിംഗ് ചോയ്സസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പം അതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ടെടുക്കണം. അടുത്തതെന്ന് പറയുന്നത് ക്രിയേറ്റ് ഓർ ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻസ്. അതായത് ഇപ്പം നമ്മളൊരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ ആയിരിക്കും ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത റിവ്യൂ ആൻഡ് റിവൈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലേ, ആ പ്ലാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും റിവ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ ആ ചേഞ്ചസ് വരുത്തുകയും ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് പേഴ്സണൽ ഫിനാൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് ആണ്. അതിനകത്ത് ടാക്സ് സേവിങ് ഓപ്ഷൻ സ്കീംസ് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് ടാക്സ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. 80C പ്രകാരമാണ്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ 80C പ്രകാരമുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ 3 years ഇതിൻ്റെ ലോക്ക് പീരീഡ് ഉണ്ടായിരിക്കും. അതേപോലെ ഈ സെക്ഷൻ എഴുതുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സെക്ഷൻ എഴുതാവൂ. അറിയത്തില്ല സെക്ഷൻ എഴുതരുത്. സെക്ഷൻ തെറ്റിപ്പോയാൽ മാർക്ക് പോകും. സോ 80C പ്രകാരമുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് PPF ആണ്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കും വരുന്നത്. ഇതെന്ന് പറയുകയാണെങ്കിലും ഒരു ലോങ് ടൈം ആയിട്ടുള്ള സേവിങ് സ്കീം ആയിരിക്കും. ഇതും അതേപോലെ തന്നെ ഒരു ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കും, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കും വരുന്നത്. റിട്ടയർമെൻറ്റ് സ്കീം ബേസിസിലായിരിക്കും ഇത് വന്നിട്ടുണ്ടായിരിക്കുന്നത്. നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിലായിരിക്കും നമ്മൾ ഇത് അടയ്ക്കുന്നത്. അതേപോലെ ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇതും നമുക്ക് എന്താണ് ടാക്സ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80C പ്രകാരം തന്നെ ഉള്ളതായിരിക്കും ഇതിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 5 years ആയിരിക്കും ഇതിൻ്റെ ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി എന്ന് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്കായിരിക്കും, അവരുടെ എഡ്യൂക്കേഷനും അവരുടെ മാരേജിനും വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്കീമായിരിക്കും, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിരിക്കും, അല്ലെങ്കിൽ ഒരു സേവിങ് സ്കീമാണ് വരുന്നത്. ലോങ് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ആയിരിക്കും ഇതിനകത്തും വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് സ്പെഷ്യൽ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് സ്കീമാണ്. ഇതും 80C പ്രകാരമുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോക്ക് പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ വേരിയസ് ടൈപ്പ് വരാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും വരുന്നത്. ഇതും ഒരു ടാക്സ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80C പ്രകാരമുള്ളതായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു മെച്യൂരിറ്റി പീരീഡിലേക്കായിരിക്കും നമ്മളിത് ഇടുന്നതെന്ന് പറയുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് ഓഫീസ് സ്കീമാണ്. പോസ്റ്റ് ഓഫീസ് സ്കീം എന്ന് പറയുകയാണെങ്കിൽ
ഇത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെക്യൂർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും. അതിന് നമുക്കൊരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. 80C പ്രകാരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. അത് 80D പ്രകാരമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. 80D പ്രകാരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹൗസിംഗ് ലോൺസ് ആയിരിക്കും. ഹൗസിംഗ് ലോൺസിന് നമുക്ക് അണ്ടർ സെക്ഷൻ ഏതാണ് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്, 24B ആൻഡ് 80C പ്രകാരമായിരിക്കും ഹൗസിംഗ് ലോൺസിനും ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലോൺസ് ആണ്. എഡ്യൂക്കേഷൻ ലോൺസ് എന്ന് പറയുകയാണെങ്കിൽ 80E പ്രകാരമായിരിക്കും എഡ്യൂക്കേഷണൽ ലോൺസിന് കിട്ടുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ 80C പ്രകാരമായിരിക്കും കിട്ടുന്നത്. അടുത്തത് നമ്മളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ പെൻഷൻ പ്ലാനിങ് ആയിരിക്കും. അതായത് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിട്ടയർ ആകുന്ന ടൈമിൽ നമുക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ മണി സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്യുന്നതിനെയായിരിക്കും ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുകയാണെങ്കിൽ. നമുക്കിതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ ആയിരിക്കും നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് അതിൻ്റെ ഫസ്റ്റ് നമുക്ക് നോക്കാം, എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് റിട്ടയർമെൻറ്റ് പ്ലാനിങ്, എസ്റ്റിമേറ്റിംഗ് ആനുവൽ എക്സ്പെൻസസ്. അപ്പോൾ ഈ ഒരു പോയിന്റിനകത്ത് എസ്റ്റിമേറ്റിംഗ് ആനുവൽ എക്സ്പെൻസിനകത്ത് പറയുന്നത് നമ്മളിപ്പം റിട്ടയർ ആയി കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷം എത്രത്തോളം എക്സ്പെൻസസ് വരുമെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയായിരിക്കും. അതായത് ഇപ്പം നമുക്ക് ഹൗസിങ്ങിൻ്റെ കാര്യത്തിനായാലും ഇപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിനായാലും എത്ര വരുന്നു എന്ന് നമ്മൾ നോക്കുന്നതിനെയായിരിക്കും എസ്റ്റിമേറ്റിംഗ് ആനുവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്തത് എസ്റ്റിമേറ്റിംഗ് ദ ലെങ്ത് ഓഫ് റിട്ടയർമെൻറ്റ്. അതായത് ഇപ്പം റിട്ടയർ കഴിഞ്ഞ് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, അപ്പോൾ ആ ഒരു കാലത്തെ ഒരു ലെങ്ത് നമ്മൾ നോക്കുക എപ്പോഴും. അടുത്തതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദ എമൗണ്ട് നീഡഡ് അറ്റ് റിട്ടയർമെൻറ്റ്. റിട്ടയർ ആകുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എമൗണ്ട് നമുക്ക് വേണ്ടി വരുന്നു. അതപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും വരുന്നത്. ഹെൽത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദ ആനുവൽ സേവിങ്സ് ഫോർ റിട്ടയർമെൻറ്റ്. അതായത് നമ്മളിപ്പം ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ഈ പീരീഡും നമ്മൾ റിട്ടയർ ആകുന്നു അതും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു എസ്റ്റിമേറ്റിംഗ് ആനുവൽ സേവിങ്സ് ഫോർ റിട്ടയർമെൻറ്റ്. ഒരു വർഷം ഇപ്പോൾ എത്ര വേണ്ടി വരും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ. ഇനി അടുത്തതാണ് ടൈപ്പ് ഓഫ് റിട്ടയർമെൻറ്റ് പ്ലാൻസ്. ഏതൊക്കെ ടൈപ്പിലുള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡെഫേർഡ് ആനുവിറ്റി പ്ലാൻസ്. ഡെഫേർഡ് ആനുവിറ്റി പ്ലാൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മണി നമ്മളിപ്പം റെഗുലറായിട്ട് ഫ്യൂ ഇയേഴ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ ആ ഒരു മണി അതിനകത്ത് കിടന്നിട്ട് അത് ഗ്രോ ചെയ്ത് കൂടുതലായിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇതിനെയായിരിക്കും ഡെഫേർഡ് ആനുവിറ്റി പ്ലാൻസ് എന്ന് പറയുന്നത്. അടുത്തത് റിട്ടയർമെൻറ്റ് പ്ലാൻസ് വിത്ത് ലൈഫ് ഇൻഷുറൻസ് കവർ. അതായത് നമ്മളൊരു സേവിങ്സ് ഒരു സ്കീം പോലെയാണ് ഇത് വരുന്നത് ലൈഫ് ഇൻഷുറൻസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമ്മുടെ ഫാമിലിക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ അത് മെച്യൂർ ആകുന്ന ആ ഒരു പീരീഡിലോ റിട്ടയർ ആകുന്ന പീരീഡിൽ നമുക്ക് കിട്ടാവുന്നതാണ്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ വിത്ത് നോ ലൈഫ് ഇൻഷുറൻസ് കവർ എന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഒന്നും അതിനകത്ത് കവർ ആകുന്നില്ല. ജസ്റ്റ് ഇപ്പം നമുക്ക് നമ്മളുടെ ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിലോ ഹെൽത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള കവറിങ് ഒക്കെ ആയിരിക്കും വരുന്നത്. അടുത്തത് ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻസ്. ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻസ് എന്ന് പറയുകയാണെങ്കിൽ ലംസം എമൗണ്ട് ആയിരിക്കും അടയ്ക്കുന്നത്. ഒരു വൺ ടൈമിലേക്കായിരിക്കും നമ്മൾ അടയ്ക്കുന്നത്. അപ്പം ഇപ്പം നമുക്കൊരു ഒരു മാസമോ 2 മാസമോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. സോ ഇപ്പോൾ റിട്ടയർ ആയവർക്കോ അല്ലെങ്കിൽ റിട്ടയർഡ് ആവാൻ പോകുന്നവർക്കോ ഒക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ആ ഒരു മണിയെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് സ്റ്റെപ്സ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ്. അസസ് യുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്. നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എത്രമാത്രം മണി നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം, നമ്മളിനി എങ്ങനെയായിരിക്കും അത് ഏൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ക്രിയേറ്റ് എ ബഡ്ജറ്റ്. ക്രിയേറ്റ് എ ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി എത്രമാത്രം സ്പെൻഡ് ചെയ്യും, എത്രമാത്രം സേവ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അടുത്ത സെറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾ. ഇനി എത്രത്തോളം നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ഗോൾ നമുക്കുണ്ടായിരിക്കണം. നോ യുവർ റിസ്ക് ടോളറൻസ്. നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വർക്ക് ഔട്ട് എ ബേസിക് ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് നമ്മളുടെ കൃത്യമായിട്ട് നമ്മളിപ്പം
ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ എങ്ങനായിരിക്കും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, അതിനകത്തോട്ട് എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഗോൾ ഉണ്ടായിരിക്കണം. അടുത്തത് റെഗുലർലി റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് യുവർ ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ വേണം. ഇത്രയുമായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസ്ട്രെയിൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി നീഡ്സ്. അതായത് നമുക്കിപ്പം വേണ്ട ഒരു സമയത്ത് നമുക്ക് പെട്ടെന്നായിട്ട് അതിനെ ക്യാഷായിട്ട് മാറ്റാനായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വരുന്നതായിരിക്കും. അടുത്തത് ടൈം അവൈലബിൾ. അതായത് നമ്മൾ എത്ര കാലത്തേക്കായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര കാലം നമ്മളതെങ്ങനെ കീപ്പ് ചെയ്യും എന്നുള്ളതായിരിക്കും ഇതിനകത്ത് പറയുന്നത്. അടുത്തത് ടാക്സ് ഒബ്ലിഗേഷൻസ്. അതായത് നമുക്ക് ചില ടാക്സുകൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും ചില ടൈമുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെ ചെയ്യുമ്പോൾ. ലീഗലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെ കാണും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ്. നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഇപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും ഫാമിലി നീഡ്സിൻ്റെ കാര്യത്തിലായാലും ജോബിൻ്റെ കേസസിലായാലും. അപ്പം അതിനെയായിരിക്കും നമ്മൾ യുണീക്ക് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിനകത്ത് പറയുന്നത്. അടുത്തതാണ് നമ്മളുടെ അസറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അസറ്റ് പ്ലാനിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ജീവിച്ചിരിക്കുമ്പോഴായാലും നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ അസറ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ഒക്കെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു അസറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്കൊരു സെക്യൂരിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു ചൂസ് ചെയ്യുന്നതാണ് അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള പോളിസീസ് നമ്മൾ ചൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്ലാൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ ഹോം ഇൻഷുറൻസ് കവറേജ്. ഹോം ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടിയൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഫയറിൽ നിന്നോ അങ്ങനെയുള്ള തെഫ്റ്റിൽ നിന്നോ ഒക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോം ഇൻഷുറൻസ് കവർ വന്നിട്ടുള്ളത്. അടുത്തത് ലൈഫ് ഇൻഷുറൻസ്. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ലൈഫ്, അതായത് നമ്മുടെ ഫാമിലിയും എല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻകം പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുകയോ ഒരു ഇഞ്ചറി ഇൽനെസ്സോ ഒക്കെ തന്നെ വരികയാണെങ്കിൽ വർക്കിംഗ് പീരീഡിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡിസബിലിറ്റി ഇൻഷുറൻസ്. ഇപ്പം എന്തെങ്കിലും ലോസ് ഓഫ് വിഷൻ, ഇൽനെസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇത്. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ളതും ഒക്കെ ഉള്ള എക്സ്പെൻസസും സർജിക്കൽ എക്സ്പെൻസസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് എസ്റ്റേറ്റ് പ്ലാനിംഗ് ആണ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മളുടെ അസറ്റിനെ കുറിച്ച്. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ലൈഫ് ടൈമിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി എല്ലാം പറയുന്നതായിരിക്കും നമ്മളുടെ എസ്റ്റേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ഫിനാൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ഫിനാൻസ്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നോളജ് ഈസ് പവർ, ഇൻഫർമേഷൻ ഈസ് എവറിത്തിങ്. നമ്മളൊരു ഡിസിഷൻ ടേക്ക് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പം ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. അതായിരിക്കും ഫസ്റ്റ് പോയിന്റ്. അടുത്തതെന്ന് പറയുന്നത് നത്തിങ് ഹാപ്പൻസ് വിതൗട്ട് എ പ്ലാനിങ് ഈസ് എ മസ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരിക്കും. അതായിരിക്കും സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അടുത്തത് ദ ടൈം വാല്യൂ ഓഫ് മണി, ഡിസ്കൗണ്ടിങ് യുവർ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മണിയുടെ ഇപ്പോൾ ഉള്ളൊരു വാല്യൂ ആയിരിക്കത്തില്ല അടുത്തത് ഫ്യൂച്ചറിൽ വരുന്നത്. ഇപ്പം നല്ല വാല്യൂ ആയിരിക്കും. ഇപ്പോൾ 10 രൂപയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഒരു 10-30 കൊല്ലം കഴിയുമ്പം ആ 10 രൂപയ്ക്ക് ആ ഒരു വാല്യൂ അല്ലായിരിക്കും, കുറയുകയായിരിക്കും ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് റിസ്ക് വേഴ്സസ് റിട്ടേൺ, അല്ലെങ്കിൽ റിസ്ക് റിട്ടേൺ അനാലിസിസ് ആണ്. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം കൂടുതലായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതിനാണെങ്കിൽ അപ്പം നമുക്ക് കൂടുതലായിട്ട് ലാഭം കിട്ടുന്നതിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. റിട്ടേൺ കൂടുന്നതനുസരിച്ച് റിസ്ക് നല്ലപോലെ കൂടുന്നതാണ്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് ഏതാണോ ബെസ്റ്റ് അത് നമ്മൾ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടാക്സ് മാറ്റേഴ്സ് ആണ്. ടാക്സ് മാറ്റേഴ്സിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ മാക്സിമം ടാക്സ് കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കണം. പക്ഷേ അത് ലീഗലായിട്ടായിരിക്കണം നമ്മൾ ടാക്സ് കുറയ്ക്കുന്നത്. അത് LIC ഒക്കെ എടുക്കുമ്പോൾ നമ്മളുടെ ടാക്സ് കുറയത്തില്ല. സോ ആ ഒരു ബേസിസിൽ. അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ലിക്വിഡിറ്റി മാറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്യാഷിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സോ മണിയോ നമ്മളുടെ കയ്യിൽ എപ്പോഴും കാണണമെന്ന് പറയുന്നതാണ്. അടുത്തത് പവർ ഓഫ് ബഡ്ജറ്റിംഗ്. പവർ ഓഫ് ബഡ്ജറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ
ബഡ്ജറ്റിംഗ് കൊണ്ട് നമുക്കിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ മണി കൂടുതലായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായിരിക്കും ഈ ഒരു ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊന്ന് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും കൂടുതലായിട്ടൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഹെൽത്തിന് കൂടുതലായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ യു ആർ യുവർ വോസ് എനിമി. അതായത് നമുക്കിപ്പോൾ ഓവറായിട്ട് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതിനകത്തോട്ട് എടുത്ത് ചാടുകയൊക്കെ ചെയ്യാതെ നമ്മൾ കൃത്യമായിട്ടൊരു നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ എടുക്കണമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഡു ഇറ്റ് പ്രോപ്പർലി, പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻസ്. നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാൻസൊക്കെ തന്നെ നമ്മൾ സക്സസ് ആവുന്ന രീതിയിൽ തന്നെ നോക്കണമെന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നാണ്. നമുക്കിപ്പോൾ വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്കില്ലെല്ലാം തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്.